കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം. 2026 നിയമസഭാ തിരഞ്ഞെടുപ്പ് പോരാട്ടത്തിനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് മുന്നണികൾ. വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ വിജയിച്ച് അധികാരം തിരിച്ചുപിടിക്കണമെന്ന ലക്ഷ്യത്തോടെയാണ് കോൺഗ്രസ് ഓരോ ചുവടും മുന്നോട്ട് വയ്ക്കുന്നത്. ഇതിന്റെ ഭാഗമായി പ്രമുഖരായിട്ടുള്ള 4 മുൻ KPCC അധ്യക്ഷന്മാരെ മത്സരിപ്പിക്കുവാൻ തയ്യാറെടുക്കുകയാണ് കോൺഗ്രസ്. എന്ത് വില കൊടുത്തും അടുത്ത തവണ കേരളം പിടിക്കണമെന്നുറപ്പിച്ചിരിക്കുന്ന KPCCയെ സംബന്ധിച്ച് ഇപ്പോൾ അവർക്ക് മുൻപിൽ ഇനി സങ്കുചിതമായിട്ടുള്ള താൽപ്പര്യങ്ങളില്ല. മറിച്ച് ജയിക്കുവാൻ വേണ്ടി മാത്രമാണ് ഇനിയുള്ള അവരുടെ നീക്കങ്ങളെല്ലാം മുന്നോട്ട് വയ്ക്കുന്നത്. അതിനാൽ തന്നെ ജനകീയരായിട്ടുള്ള നേതാക്കളെ തിരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കുകയാണ് കോൺഗ്രസ്. അതിൽ തന്നെ ഇപ്പോൾ സജീവ രാഷ്ട്രീയത്തിലില്ലാത്ത VM സുധീരൻ, മുല്ലപ്പള്ളി രാമചന്ദ്രനൊക്കെ തന്നെ പ്രമുഖരാണ്. ജനമനസ്സുകളിൽ ഇപ്പോഴും സ്ഥാനമുള്ള ഈ 2 മുൻ KPCC അധ്യക്ഷന്മാർക്കും സീറ്റ് നൽകാനാണ് കോൺഗ്രസ് നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത്. മുല്ലപ്പള്ളി രാമചന്ദ്രനെ കോഴിക്കോട് ജില്ലയിലെ ഒരു മണ്ഡലത്തിൽ മത്സരിപ്പിക്കുമെന്നും അതുവഴി സീറ്റ് പിടിച്ചെടുക്കാമെന്നുമുള്ള ആത്മവിശ്വാസവും കോൺഗ്രസിനുണ്ട്. കൊയിലാണ്ടിയിലോ നാദാപുരത്തോ സീറ്റ് നൽകുവാനാണ് സാധ്യത. ഇനി മത്സരിക്കില്ല എന്ന് ഒരിക്കൽ പ്രഖ്യാപിച്ച VM സുധീരനെ ആ തീരുമാനത്തിൽ നിന്ന് അനുനയിപ്പിക്കാനുള്ള നീക്കങ്ങളാണ് KPCC ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. അങ്ങനെ വന്നാൽ സുധീരന്റെ പഴയ തട്ടകമായിട്ടുള്ള തൃശ്ശൂരിലേക്ക് തന്നെ അദ്ദേഹത്തെ നിയോഗിക്കുന്നതാണ്. കോൺഗ്രസിന്റെ പഴയ പ്രതാപം തൃശ്ശൂരിൽ വീണ്ടെടുക്കുന്നതിന്റെ ഭാഗമായാണ് VM സുധീരനെ KPCC തൃശ്ശൂരിൽ ഇറക്കുവാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുന്നത്. മണലൂർ മണ്ഡലമായിരിക്കും സുധീരന് നൽകുവാൻ സാധ്യത. അതുപോലെ തന്നെ മുൻ KPCC അധ്യക്ഷന്മാരായിട്ടുള്ള K മുരളീധരൻ, രമേശ് ചെന്നിത്തല എന്നിവരെയും പരിഗണിക്കുന്നുണ്ട്. K മുരളീധരൻ തിരുവനന്തപുരത്തിന്റെയും രമേശ് ചെന്നിത്തല ആലപ്പുഴയിലും ചുമതല ഏറ്റെടുക്കുവാനുള്ള നീക്കങ്ങൾ നടക്കുകയാണ്. ഈ 4 മുൻ KPCC അധ്യക്ഷന്മാരായ പ്രമുഖ നേതാക്കൾ വിജയിക്കുമെന്ന പൂർണ്ണ പ്രതീക്ഷയിലാണ് കോൺഗ്രസ്. മുരളീധരനും രമേശ് ചെന്നിത്തലയും മത്സരരംഗത്തുണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. എന്നാൽ മുല്ലപ്പള്ളി രാമചന്ദ്രനും VM സുധീരനും ഇനി മത്സര കളത്തിലേക്ക് ഇറങ്ങുമോ എന്നാണ് അറിയേണ്ടത്. കൂടുതൽ വാർത്താ അറിയിപ്പുകൾക്കായി കൊച്ചി വാർത്താ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.